ഹായ് ഫ്രണ്ട്സ്, ദ സ്റ്റഡി റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഇന്ത്യൻ സെക്യുലറിസം ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഒരു ഡിബേറ്റ് മോഡലിലാണ് പറയുന്നത്. അപ്പം ആദ്യം തന്നെ നമുക്ക് മതേതരത്വം അഥവാ സെക്യുലറിസം എന്താണെന്ന് നോക്കാം. അതായത് മതവും രാഷ്ട്രവും തമ്മിലുള്ള വേർതിരിവിനും മതവിശ്വാസങ്ങളോടുള്ള സർക്കാരിൻ്റെ നിഷ്പക്ഷതയ്ക്കും ഊന്നൽ നൽകുന്ന ഒരു പ്രത്യയ ശാസ്ത്രമാണ് മതേതരത്വം എന്ന് പറയുന്നത്. ഇതിന് വിശാലമായിട്ട് രണ്ട് അർത്ഥങ്ങളാണുള്ളത്. മതത്തെ സംസ്ഥാനത്ത് നിന്ന് അല്ലെങ്കിൽ രാഷ്ട്രത്തിൽ നിന്ന് വേർപെടുത്തുക, അതായത് ധർമ്മനിരപേക്ഷത, എല്ലാ മതങ്ങളെയും തുല്യമായി ബഹുമാനിക്കുക, സർവധർമ്മ സംഭവ, എല്ലാ മതങ്ങളെയും തുല്യമായി പരിഗണിക്കുന്ന ഒരു മതേതര രാഷ്ട്രമാണ് ഇന്ത്യൻ ഭരണഘടന ലക്ഷ്യമിടുന്നത്. ഇതിൽ ജവഹർലാൽ നെഹ്റു മതത്തെയും രാഷ്ട്രീയത്തെയും വേർതിരിക്കണമെന്ന ആശയമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ധർമ്മനിരപേക്ഷത എന്ന ആശയത്തിലാണ് ഈ ഒരു സംഭവം പ്രതിഫലിക്കുന്നത്. മറുവശത്ത് ഗാന്ധിജി മതത്തെയും രാഷ്ട്രീയത്തെയും പൂർണ്ണമായി വേർതിരിക്കണമെന്ന ആശയം അംഗീകരിച്ചില്ല. എല്ലാ മതങ്ങളെയും ഒരുപോലെ ബഹുമാനിക്കണമെന്ന സിദ്ധാന്തമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഇതിനെയാണ് നമ്മൾ സർവധർമ്മ സംഭവ എന്ന ആശയത്തിൽ പ്രതിഫലിച്ചത്. ഇപ്പം ഈ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഭരണഘടനാ സഭയിലും പിന്നീട് അക്കാദമിക് മേഖലയിലും രാഷ്ട്രീയ ജീവിതത്തിലും വ്യാപകമായിട്ടുള്ള ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. അപ്പം പാശ്ചാത്യ മതനിരപേക്ഷത ഇന്ത്യ പോലുള്ള സംസ്ഥാനങ്ങളിൽ വേർതിരിവ് സൃഷ്ടിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എല്ലാ മതങ്ങളെയും അത് തുല്യമായിട്ട് പരിഗണിക്കലാണോ, അല്ലെങ്കിൽ മതനിരപേക്ഷത ഇന്ത്യൻ സമൂഹത്തിലെ വർഗീയതയും മതസംഘർഷങ്ങളും തടയാൻ പ്രാപ്തമാണോ, അങ്ങനെയുള്ള ഒത്തിരി ചോദ്യങ്ങൾ മുന്നോട്ട് വരികയുണ്ടായി. അപ്പം ഡി സ്മിത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് നോക്കുവാണെങ്കിൽ അദ്ദേഹം 1963 പ്രസിദ്ധീകരിച്ച ഇന്ത്യ ഹാസ് എ സെക്യുലർ സ്റ്റേറ്റ് എന്ന കൃതിയിൽ ഇന്ത്യൻ മതനിരപേക്ഷതയെ വിശദമായിട്ട് അദ്ദേഹം വിശകലനം ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഒരു മതനിരപേക്ഷ രാഷ്ട്രത്തിന് 3 പ്രധാന സവിശേഷതകളാണുള്ളത്. ഒന്നാമത്തേത് മതസ്വാതന്ത്ര്യമാണ്. അതായത് ഒരു വ്യക്തിക്ക് സ്വന്തം മതം തിരഞ്ഞെടുക്കാനുള്ളൊരു അവകാശമുണ്ട്, അല്ലെങ്കിൽ എല്ലാ പൗരന്മാർക്കും തുല്യ പൗരത്വവും അവകാശങ്ങളും നൽകുക എന്നുള്ളത്. രണ്ടാമത്തേതാണ് രാഷ്ട്രവും മതവും തമ്മിലുള്ള വേർതിരിവ്. അതായത് സർക്കാർ എല്ലാ മതങ്ങളോടും ഒരേ നിലപാട് കൈക്കൊള്ളണം എന്നുള്ള ആശയം. പിന്നെ ഈ ആശയം വ്യക്തി, രാഷ്ട്രം, മതം എന്നിവ തമ്മിലുള്ള ബന്ധത്തെ പുനർനിർവചിക്കുന്നുണ്ട്. പിന്നെ അടുത്തതാണ് രാഷ്ട്രവും മതവും പരസ്പരം ഇടപെടാതിരിക്കണം. അതായത് എല്ലാ മതങ്ങൾക്കും തുല്യത, ഒരു മതത്തിനും ഒരു പ്രത്യേക പരിഗണന രാഷ്ട്രം നൽകരുത് എന്നത്. ഇത്രയാണ് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് എന്ന് പറയുന്നത് ഇതാണ്. അടുത്ത ഹിസ്റ്റോറിയനാണ് ആശിഷ് നന്ദി. അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്നത് മതനിരപേക്ഷതാ വിരുദ്ധൻ എന്നാണ്. അതായത് ആൻറ്റി സെക്യുലറിസ്റ്റ് എന്നാണ് അദ്ദേഹത്തിനെ സ്വയം വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യയിൽ മതനിരപേക്ഷതയുടെ രാഷ്ട്രീയവും ആശയശാസ്ത്രവും അതിൻ്റെ സാധ്യതകൾ അവസാനിപ്പിച്ചിരിക്കുന്നു. പാശ്ചാത്യ മാതൃകയിലുള്ള രാഷ്ട്ര കേന്ദ്രിത മതനിരപേക്ഷത ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങൾക്ക് യോജിച്ചതല്ലെന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. പിന്നെ ഹിന്ദു, ഇസ്ലാം, സിഖ് മതം എന്നിവയിൽ നിന്ന് മതനിരപേക്ഷ രാഷ്ട്രത്തിന് ധാർമ്മികതയെക്കുറിച്ച് ഒരുപാട് പഠിക്കാനുണ്ടെന്നും മറിച്ച് ഈ മതങ്ങൾക്ക് മതനിരപേക്ഷ രാഷ്ട്രത്തിൽ നിന്ന് ഒന്നും തന്നെ പഠിക്കാനില്ല എന്നുമാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. അടുത്തത് TN മദൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹിസ്റ്റോറിയനാണ്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മതനിരപേക്ഷതയെ പൂർണ്ണമായിട്ട് അദ്ദേഹം തള്ളിക്കളയുന്നില്ലെങ്കിലും ദക്ഷിണേന്ത്യൻ സാഹചര്യങ്ങളിൽ അതിനെ നേരിട്ട് പ്രയോഗിക്കുന്നതിനെതിരെ അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ദക്ഷിണേഷ്യ ഒരു ബഹുമത സമൂഹമാണ്. ഇവിടെ ഭൂരിഭാഗം ജനങ്ങളും മതവിശ്വാസികളാണ്. അതിനാൽ പാശ്ചാത്യ മതനിരപേക്ഷതയുടെ ആശയങ്ങൾ ഇവിടെ പ്രായോഗികമായി നടപ്പിലാക്കുന്നത് ബുദ്ധിമുട്ടാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ അടുത്ത ഹിസ്റ്റോറിയനാണ് അജിൻ വനായിക്. അജിൻ വനായിക്കിൻ്റെ വിമർശനം എന്താണെന്ന് നോക്കിയാൽ ആശിഷ് നന്ദിയുടെയും അതുപോലെ TN മദനൻ്റെയും ആശയങ്ങളെ അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ മതനിരപേക്ഷതയുടെ അടിസ്ഥാന ഘടകങ്ങൾ ആരാധനാ സ്വാതന്ത്ര്യമാണ്, പൗരത്വത്തിൻ്റെ പ്രാമുഖ്യം, അതുപോലെ തന്നെ രാഷ്ട്രം ഒരു മതത്തോടും ഔദ്യോഗിക ബന്ധം പുലർത്താതിരിക്കുക,
രാഷ്ട്രവും മതവും വേർതിരിക്കപ്പെടണമെന്നും ഭരണ നിയമങ്ങളും നയങ്ങളും മതേതരമാകണമെന്നും അദ്ദേഹം വാദിക്കുന്നുണ്ട്. ഗാന്ധിയുടെ എല്ലാ മതങ്ങളോടുമുള്ള തുല്യ ബഹുമാനത്തിൻ്റെ ആശയം അദ്ദേഹം അംഗീകരിക്കുന്നുണ്ടെങ്കിലും ഗാന്ധിയുടെ പല കാഴ്ചപ്പാടുകളും ആധുനിക മതനിരപേക്ഷതയുമായി പൊരുത്തപ്പെടുന്നില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അടുത്തതാണ് അഖിൽ ബിൽഗ്രാമി എന്ന ഹിസ്റ്റോറിയൻ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ നെഹ്റുവിയൻ മതനിരപേക്ഷതയെയും ആശിഷ് നന്ദിയുടെ ആശയങ്ങളെയും ഒരുപോലെ അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. നന്ദിയുടെ ആശയങ്ങൾ ചരിത്രത്തെ വികലമായി അവതരിപ്പിക്കുന്നതാണെന്ന് അദ്ദേഹം കരുതുന്നു. അതേസമയം നെഹ്റുവിയൻ മതനിരപേക്ഷത വിവിധ മതസമൂഹങ്ങൾ തമ്മിലുള്ള സംവാദത്തിലൂടെ രൂപപ്പെട്ടതല്ലെന്നും മറിച്ച് മുകളിൽ നിന്ന് അടിച്ചേൽപ്പിക്കപ്പെട്ടതാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. അടുത്ത ഹിസ്റ്റോറിയനാണ് പാർത്ഥ ചാറ്റർജി. പാർത്ഥ ചാറ്റർജിയുടെ വിമർശനം എന്താണെന്ന് വെച്ചാൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ സ്വീകരിച്ച മതനിരപേക്ഷതയുടെ മാതൃക പാശ്ചാത്യ ആധുനികതയെ അനുകരിച്ചതാണെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. ഇന്ത്യയിൽ രാഷ്ട്രം ഹിന്ദു വ്യക്തി നിയമങ്ങളിൽ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയെങ്കിലും മുസ്ലിം, ക്രിസ്ത്യൻ, പാഴ്സി സമൂഹങ്ങളുടെ വ്യക്തി നിയമങ്ങളിൽ സമാനമായ ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. ഓക്കെ, അടുത്തത് അമർത്യാസനാണ്. അമർത്യാസനിൻ്റെ നിലപാട് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ മതനിരപേക്ഷത എന്നത്, അതായത് സെക്യുലറിസം എന്നത് രാഷ്ട്രം മതവുമായി യാതൊരു ബന്ധവും പുലർത്തരുത് എന്നല്ല, മറിച്ച് രാഷ്ട്രം വിവിധ മതങ്ങളോടും മതസമൂഹങ്ങളോടും ഇടപെടുമ്പോൾ തുല്യവും നീതിയുക്തവുമായിട്ടുള്ള ഒരു സമീപനം, അതായത് സൈമെട്രി ഓഫ് ട്രീറ്റ്മെൻറ്റ് സ്വീകരിക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഈ സമീപനത്തിൻ്റെ പ്രത്യേകത സമത്വപരമായ പരിഗണന നൽകണം എന്നത് ഉറപ്പാക്കുമ്പോഴും അത് ഏത് രൂപത്തിലായിരിക്കണം എന്നതിൽ സൗകര്യവും വഴക്കവും അനുവദിക്കുന്നതാണ്. അപ്പം പ്രധാനമായിട്ടും സെക്യുലറിസത്തെക്കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.